സ്വാഗതം. ഇന്നത്തെ അപ്ഡേറ്റ് ഫൈനലി ഞാൻ പോയി കാന്താര 1 ദ ലെജൻഡ് കണ്ടു. ഒന്നാമത് പറയുകയാണെങ്കിൽ ഈ പടം തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനം. വിഷ്വൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വിഷ്വൽ ക്വാളിറ്റി പീക്ക്. OTT വന്നിട്ട് ഒരു കാര്യം, OTT വന്നിട്ട് കാര്യമുണ്ടെങ്കിലും ഈ സാധനം തിയേറ്ററിൽ പോയി വേണം കാണാനായിട്ട്. ആ ഒരു വലിയ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടിരിക്കണം. അതുപോലെയാണ് പടച്ചു വിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാൻ തന്നെ. ഡയറക്റ്റഡ് ബൈ ഋഷഭ് ഷെട്ടി. റിട്ടേണും ഋഷഭ് ഷെട്ടി തന്നെ, അഭിനയിച്ചതും ഋഷഭ് ഷെട്ടി തന്നെ. ഈ 3 പരിപാടിയും ചെയ്യാൻ പുലിയാ പുള്ളി. കാരണം പെർഫോമൻസ് ഈ പടത്തിൽ ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നത് പുള്ളിയാണ്. അമ്മാതി ഓറയാണ് ആ പടം കാണാൻ പോകുമ്പോൾ ഉള്ള ഒരു ഇത്. തുടക്കം തൊട്ട് എൻഡിങ് വരെ വേറെ ലെവല് എക്സ്പീരിയൻസ് പുള്ളിയുടെ പെർഫോമൻസിൽ. അതനുസരിച്ച് പുള്ളിയുടെ ബോഡിയും പഴയ മറ്റേ കാന്താരയ്ക്ക് ആ സമയത്തുള്ള ആ ബോഡിയാണ് ഇച്ചിരിയും കൂടെ ഒരു ബോഡിയൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് ഈ പടത്തിൽ നിൽക്കുന്നത്. പിന്നെ പ്രൊഡ്യൂസർ വിജയ് കിറാഡൂറും ചളുവേ ഗൗഡ. ഈ പൈസ കൊടുത്തിരിക്കുന്ന ആൾക്കാർക്ക് മുതലേ പടം. പിന്നെ ഉള്ളത് സ്റ്റാർ കാസ്റ്റ്. ഋഷി പറഞ്ഞു ജയറാമേട്ടൻ ഇപ്പോൾ തെലുങ്കിലും തമിഴിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും അത്ര വന്നില്ലെങ്കിൽ ഇതിൽ പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളി പെർഫോമൻസ്, അടിപൊളി ഗാനമാണ്. രുക്മിണി വസന്ത ഇതില് നായികയുടെ അഭിനയം വേറെ ലെവലാണ് കേട്ടോ. പിന്നുള്ളത് സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും. കാരണം നമുക്ക് ഓരോ ഫ്രെയിം കാണുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ഞങ്ങൾ പടം കാണാൻ പോയിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ അലർച്ചയാണ്. ഒരു രോമാഞ്ചിഫിക്കേഷൻ വരും ഈ പടം കാണുമ്പോൾ. അമ്മാതി VFX വർക്കും കാര്യമൊക്കെ എടുത്ത് വെച്ചേക്കുന്നതിനകത്ത്. പിന്നെ മ്യൂസിക് ആഞ്ജനേഷ് ലോകനാഥ്, അടിപൊളി കേട്ടോ പുള്ളിയുടെ വർക്ക്. പിന്നെ ഹോംബാല പ്രൊഡക്ഷനാണ്. ഹോംബാല തന്നെയാണ് ഫസ്റ്റിൻ്റെ വന്നത്. സംഭവം കിടുക്കിയിട്ടുണ്ട് ഈ പടം തന്നെ. കാരണം ചില സാധനമൊക്കെ ഉണ്ട് അതിനകത്ത്. ഞാൻ പറഞ്ഞ സ്പോയിലർ ആക്കും, പക്ഷേ അത് എടുത്ത് വെച്ചേക്കുന്ന സാധനം പീക്ക് എന്ന് പറഞ്ഞാൽ വൻ പീക്ക്. പൈസ നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്ന പൈസക്കാട്ടിലും മുതൽ പറഞ്ഞാൽ ഡബിൾ ഡബിൾ മുതലാണ് ഈ പടത്തിന്. പൈസക്ക് വെർത്തായി പടം. 182 മിനിറ്റാണ്, 2 മണിക്കൂർ 48 മിനിറ്റാണ് പടത്തിന്റെ ഡ്യൂറേഷൻ. പടം എനിക്ക് വേറൊന്നും പറയാം. ഞാൻ ഇങ്ങനെ അതിൻ്റെ അവസാനം വരെ ഇങ്ങനെ ത്രില്ല് പറഞ്ഞാൽ വൺ ത്രില്ലിങ്. അവസാനത്തെ ഐറ്റംസ് ഒക്കെ പറഞ്ഞാൽ പൊളി കിടിലം പടം. ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ബൈ.